ആരുമില്ല ഇവിടെ. അയ്യോ പോയി, ആകെ പോയി ഇന്ത്യ പോലും കൊല്ലു ഞാൻ. അയ്യോ ആകെ പോയടോ, ആകെ ആപ്പിലായി. അറിഞ്ഞു. ഓ ഈ മരത്തലേന്ന് വരാൻ കണ്ട സമയം. മരത്തലയോ? അത് ശരി. അമ്മയ്ക്ക് പ്രസവവേദന, മോൾക്ക് വീണവായന. കസ്റ്റഡിയിലുള്ള ഒരു ഭാഗ്യത്തിന് ഇതുവരെ നമ്മുടെ പേര് പറഞ്ഞിട്ടില്ലേ? അത് 2 ഈർക്കിലി കയറുമ്പോ പറഞ്ഞോളൂ. അടുത്ത ഈർക്കിലി ഇവനാ. കണ്ടു നോക്ക്. ഞാൻ അങ്ങോട്ട് പോയി ശരിയാവില്ല. തനിക്കൊന്ന് പോയാലെന്താ? ഞാൻ പോവാനോ? ഞാൻ പോവാനോ? അയാൾ വേണേ ഇതേ ഇങ്ങോട്ട് വരട്ടെ. നിങ്ങളുടെയൊക്കെ മാന്യത രക്ഷിക്കാൻ വേണ്ടി എന്നെ വീട്ടിലാക്കരുത് കേട്ടോ. എടോ ഗോപി, താൻ എന്തിനാണ് പേടിക്കുന്നത്? പേടിക്കാതെ. നമ്മുടെ ബിസിനസ്സിൽ മന്ത്രി ഒരു പാർട്ട്ണറല്ലേ? അയാളൊന്ന് മനസ്സ് വെച്ചാൽ മതി. നേരെ എടുത്തൊരൊറ്റ ഏറാ കാസർകോട്ടേക്ക്. ആരെ? DSP. ഓ തന്റെ ഒരു വിവരം മരത്തലയൻ. എടോ അയാളുടെ ഹോൾഡ് എന്താണെന്ന് തനിക്കറിയാവോ? ഹോൾഡോ? പിടി. ഓ പിടി. മനസ്സിലായില്ല. എന്താ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരാഞ്ഞത്? വരാൻ പറ്റിയില്ല. ഒരു കേസ് ഉണ്ടായിരുന്നു. യഥാർത്ഥ പ്രതികളെ കിട്ടിയിട്ട് ഒരു കേസ് പിടിച്ചതിനെ ഇങ്ങോട്ട് മാറ്റിയത്. ഇനി ഈ കേസിന്റെ പേരിൽ എങ്ങോട്ട് മാറ്റുമെന്ന് ദൈവത്തിനറിയാം. എങ്ങോട്ട് മാറ്റിയാലും കേരളത്തിനകത്തായിരിക്കുമല്ലോ. എന്തു വന്നാലും ഈ കേസിന്റെ പിന്നിൽ എത്ര വമ്പന്മാരായാലും രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. പെൻഷൻ ആകാറായില്ലേ? ഇനി ഇപ്പൊ എത്ര നാളത്തേക്ക് വാശിയൊക്കെ? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. പിന്നെ ആരാ ഫോൺ ചെയ്തു എന്ന് പറഞ്ഞത്? ഒരേ ആള് തന്നെയാ പല പ്രാവശ്യം വിളിച്ചത്. എത്ര ചോദിച്ചിട്ടും പേര് പറയുന്നില്ല. ഏതായാലും ഇനി വിളിച്ചാലും ഞാനില്ലെന്ന് പറഞ്ഞേക്ക്. മിസ്റ്റർ ദാസ്, നിങ്ങളുടെ ഫീൽഡല്ല എന്റേത്. ഞാൻ ജനപ്രതിനിധിയാണ്, അവരെ സേവിക്കുന്നവനാണ്. നിങ്ങളുടെ എല്ലാ മണ്ടത്തരങ്ങൾക്കും മറുപടിക്കാൻ എനിക്കങ്ങനെ കഴിയും. സാർ ഐ അഡ്മിറ്റ് ദാറ്റ്. പക്ഷെ സാർ ഈ സമയത്ത് ഒഴിഞ്ഞു മാറിയാൽ എല്ലാ അപകടത്തിലാവും. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ആ DSP ഇങ്ങോട്ട് മാറ്റിയിട്ട് 1 മാസമേ ആയുള്ളൂ. വീണ്ടും അയാളുടെ പേരിൽ നടപടിയെടുത്താൽ പാർട്ടിയിൽ നിന്ന് എനിക്ക് പുറത്തു വരേണ്ടി വരും. സാർ എന്തായി പറയുന്നത്? പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവർക്ക് മാനക്കടല്ലേ നിങ്ങൾ സ്പിരിറ്റ് കേസിലാകത്താവുന്നത്? തല്ലുകൊണ്ട് എല്ലൊടിയുമ്പോൾ ആ ഡ്രൈവർ സത്യം പറഞ്ഞു വരും. That also is a fact. അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല സാർ. ഒന്നും അറിയില്ല. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയടാ, ആർക്കു വേണ്ടിയാണ് നീ സ്പിരിറ്റ് നടത്തിയത്? ജീവിക്കാൻ വേണ്ടി ചെയ്തതാണ്. സത്യം പറയാൻ നീ ഒന്നും ഇവിടുന്ന് ജീവൻ കൊണ്ടുപോകില്ല. എനിക്കറിയില്ല സാർ, ഞാൻ പാവമാണ് സാർ. യെസ്, ഗുഡ് മോർണിംഗ്. മംഗലശ്ശേരി. ഗുഡ് മോർണിംഗ് സർ. ഹൗ ആർ യു മിസ്റ്റർ പ്രതാപ്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെപ്പോലെ കഴിവുള്ള ഓഫീസേഴ്സിനെ എനിക്ക് എപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്റെ ഒരു ശീലമായി പോയി അത്. ആ റേഞ്ച് എന്നും ഒരു തലവേദന നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്. അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ അവിടെ ഇട്ടത്. ഒന്നിനും ഒരു വിട്ടുവീഴ്ചയും വേണ്ട കേട്ടോ. ബി ആബ്സല്യൂട്ട്ലി സ്ട്രിക്റ്റ്. പിന്നെ പുതിയ ഏരിയയിലെ താമസം ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമായോ? ഭാര്യയുടെ ഇഷ്ടമനുസരിച്ചല്ലല്ലോ സർ ഞാൻ ജോലി നോക്കുന്നത്. എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് തമാശയാണല്ലോ. പിന്നെ ഞാൻ വിളിച്ചത് ഒരു സ്വകാര്യം പറയാനാ. എന്താണ് സർ? വാട്ട്സ് ഹിസ് നെയിം? സ്വപ്ന പ്രൊഡക്ഷൻസിന്റെ വണ്ടിയിലെ അവരുടെ വിരോധികളാരോ സ്പിരിറ്റ് ഒളിച്ചു വെച്ചെന്നോ നിങ്ങൾ പിടികൂടിയെന്നോ ഒക്കെ കേട്ടല്ലോ. ഇസ് ദാറ്റ് ട്രൂ? അല്ല സർ, സാർ അറിഞ്ഞിരിക്കുന്ന വിവരം തെറ്റാണ്. ഡ്രൈവർമാർ മൊഴി തന്നിരിക്കുന്നത് അവർ തന്നെ കടത്തിക്കൊണ്ട് വന്നു എന്നാണ്. മിസ്റ്റർ പ്രതാപ്, നിങ്ങളെ പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. യു ആർ ഗോയിങ് ടു റിട്ടയർ വിതിൻ 2 or 3 years അല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്തിനാ പുതിയ ശത്രുക്കളേക്ക് ഉണ്ടാക്കുന്നത്? സർ, ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞാൽ എന്നേക്കാൾ അന്തസ് സാറിനാണ്. അതെനിക്കറിയാം. പക്ഷെ ഈ കാര്യത്തിൽ മിസ്റ്റർ പ്രതാപ് അല്പം വിട്ടുവീഴ്ച കാണിക്കുന്നത് നല്ലതാ. ഓഫ് കോഴ്സ് ഇത് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ക്ഷമിക്കണം സർ, ഈ കേസിന് എവിടുന്ന് സമ്മർദ്ദം ഉണ്ടായാലും ഞാൻ വഴങ്ങില്ല. ഓഹോ, അങ്ങനെയാണോ? ഇസ് ദാറ്റ് യുവർ ഫൈനൽ ഡിസിഷൻ? അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല. മിസ്റ്റർ അയാൾ എന്താ പറയുന്നത്? അടുക്കുന്നില്ല എങ്കിൽ അയാൾ എങ്ങോട്ടെങ്കിലും തട്ടണം സാർ. ഇല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഫോർ ഗോഡ് സേക്ക്, സിനിമ എടുക്കുന്ന പോലെയല്ല നാട് ഭരിക്കുന്നത്. വൈ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? എന്തെങ്കിലും വഴി കാണണം. എന്ത് വഴി? എനിവേ, യു ആർ നോട്ട് ദ റൈറ്റ് പേഴ്സൺ. ആ കനകദാസിനെയും ഗോപിയും ഇങ്ങോട്ട് പറഞ്ഞേക്ക്. ഓക്കെ? രാഹുകാലത്തിന് മുമ്പ് തിരിച്ചോളൂ. പോയിട്ട് വരാമേ. രാജ, ക്യാമ്പിലെത്തിലൂടെ വിളിക്കണേ. വിളിക്കാം ആന്റി.
ഞാനിവരെ ട്രെയിൻ കയറ്റി വിട്ടിട്ട് അവിടെ നിന്ന് വിളിക്കണോ? ഓടാ അവിടുന്ന്. അമ്മേ പെട്ടിയെട് പെട്ടിയെട്. നമസ്കാരം. നമസ്കാരം. ആരാ? ഇരിക്കാം. ഞങ്ങളൊരു സങ്കടം ബോധിപ്പിക്കാൻ വന്നതാ. അയ്യോ, അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞങ്ങൾ വന്നത്. അമ്മ അദ്ദേഹത്തെ ഒന്ന് ഉപദേശിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വാശി പിടിക്കുന്നത് നല്ലതല്ല. അദ്ദേഹത്തിന് പ്രൊമോഷൻ വേണോ, മകൻ ഉദ്യോഗം വേണോ, മകൾക്ക് കല്യാണം വേണോ, എല്ലാം ഞങ്ങൾ നടത്തി തരാം. ഓക്കെ. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കൊച്ചു വയറ്റിൽ വേദനക്കാരന് വേണ്ടി അല്ലടാ ബോബി, ഞാനൊരു ഇച്ചിരി സ്പിരിറ്റ് വാങ്ങി വണ്ടി വെച്ചിരുന്നു. അതെ അതെ, അത് സാറ് ആ 30 ബാർ സ്പിരിറ്റ് പിടിച്ചുവെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. അയ്യോ, സ്പിരിറ്റ് വളരെ കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം വെള്ളമല്ലായിരുന്നു. ഏതായാലും അമ്മ ഈ പണം എടുത്തോണ്ട് എടുക്കണമെങ്കിൽ എടുക്കാം. നിങ്ങൾ വാശി പിടിക്കാതിരുന്നാൽ മൊത്തത്തിൽ നന്നായിരിക്കും. പ്രശ്നമില്ലാതെ ഒതുക്കാം. ചില്ലറ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇവിടുന്ന് പോണം. അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമില്ല. അയ്യോ, ഞങ്ങൾക്ക് ശരിക്കും അറിയാം. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു സമയം നോക്കി ഞങ്ങൾ വന്നത്. ഞങ്ങൾ വന്ന കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് പിള്ളേരും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ. ഈ സൈസ് പാർട്ടിയാ, കണ്ണും തലയും കണ്ടറിയാൻ പാടില്ലേ. 21 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ 11 കൊലക്കേസിലെ പ്രതിയായിരിക്കുന്നേ. ഇതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. നിങ്ങൾ പണം വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞങ്ങളുടെ ആളുകളെ റിലീസ് ചെയ്തില്ലെങ്കിൽ ഒന്നിനെ ഞങ്ങൾ വെച്ചേക്കില്ല, പറഞ്ഞേക്കാം. അയ്യോ, അത് അധികം വരുന്നുണ്ട്. ഞാൻ പോകാൻ നോക്കേ. അതെ, ഞങ്ങൾ ഏതായാലും പെട്ടു. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുത്താൻ കേട്ടോ. ദൈവത്തെ ഉറപ്പ്. നമസ്കാരം. നമസ്കാരം. ആരാ നിങ്ങള്? എന്താ ഇവിടെ? അവര് മോനെ കാണാൻ വന്നതാ. ഏതോ മ്യൂസിക് പ്രോഗ്രാം ഉണ്ടെന്നോ ഗിത്താർ വായിക്കണമെന്നോ. എന്നിട്ട് അവൻ പുറത്തു പോയിരിക്ക. നിങ്ങൾ നാളെ മറ്റോ വാ, അവന്റെ അടുത്ത് വിവരം പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ സാർ, ഓക്കെ ഓക്കെ സാർ. പെട്ടിയറാ അമ്മാരെ ചെയ്ത ഉപകാരം വിട്ടോ 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 വിടാ വിടാ. പിന്നെ പിന്നെ ആ പിന്നെന്താ എന്റെ ശ്രീമതിക്കൊരു പിന്നെ പിന്നെ? ഒന്നുമില്ല. ഇപ്പൊ വന്നവര് അവര് മോന്റെ ഫ്രണ്ട്സ് ഒന്നുമല്ല. ആണെന്ന് നീയല്ലേ പറഞ്ഞത്? അവരെന്നെ കൊണ്ട് പറയിച്ചതാ. പറയിച്ചതോ? എന്തുകൊണ്ട് നീ അപ്പ പറഞ്ഞില്ല? അവര് നമ്മുടെ മക്കളെ ഉപദ്രവിക്കെന്ന് പറഞ്ഞപ്പോ അത് പേടിച്ച് നീ എന്നോട് കള്ളം പറഞ്ഞു. നിങ്ങൾ സ്പിരിറ്റ് പിടിച്ചെന്നോ അവരുടെ ആൾക്കാരെ പിടിച്ചെന്നോ? 2-3 ദിവസമായി ഞാൻ ഊണും ഉറക്കവുമില്ല തെരഞ്ഞു കിടന്ന റാസ്കൽസിനെയാണ് കയ്യിൽ കിട്ടിയിട്ട് വിട്ട് കളഞ്ഞത്. ഊണും ഉറക്കവും കളഞ്ഞുള്ള ഈ ഉദ്യോഗം മതിയാക്കെന്ന് എന്ന് മുതൽ പറയുന്നതാ. കേൾക്കുന്നുണ്ടോ? അത് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾക്ക് ഉദ്യോഗമാ വലുത്, പക്ഷേ എനിക്ക് എന്റെ കുഞ്ഞുങ്ങള്. അതിനുവേണ്ടി യുവമാരുടെ ഒക്കെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്ന പ്രശ്നമില്ല. എനിക്ക് അവര് നിങ്ങൾ ഉദ്യോഗം വലുതല്ല. നിങ്ങളും എന്റെ കുഞ്ഞുങ്ങളുമാ. എനിക്ക് പേടിയായിട്ടാ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ക്ലൈമാക്സ് ഇവിടെ മാത്രമേ തോറ്റിട്ടുള്ളൂ. ഈ കണ്ണീര് മതി, നീ പേടിക്കണ്ട. നമുക്കൊന്നും സംഭവിക്കില്ല. വെറുമൊരു പോലീസുകാരന്റെ പിടിവാശി കൊണ്ട് എന്റെ കസേര പോകാന്ന് വെച്ചാൽ CM പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. കസേര പോണെങ്കിൽ പോട്ടെ, വേറെ ഒന്ന് കൊണ്ടുവരാമല്ലോ. എങ്ങനെ? കക്ഷി മാറണം. എടോ വിഡ്ഢിത്തരം പറയാതോ മരത്തലയൻ. അത് ശരി, എന്റെ തല മരമായതുകൊണ്ടാണല്ലോ ആ DSP മുമ്പിൽ ഞാൻ ഊരിയത്. പിന്നെ തലയോട് ഊരി. എടോ നമ്മുടെ ആൾക്കാർ ജയിലിൽ നിന്ന് രക്ഷിക്കണം. അത് ശരി, എല്ലാവരും കൂടി രക്ഷിക്കാൻ പറഞ്ഞു വിട്ടല്ലോ. ആ പണ്ടാരക്കാലിലെ വായനയിൽ ഊരിയത് എങ്ങനെയാണെന്നറിയാമോ? എന്റെ AC മഴക്കാറ് എന്താ പിടിച്ചില്ലേ? 185 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഇപ്പോഴും ശ്വാസം നേരെ വീണിട്ടില്ല. മിസ്റ്റർ ദാസ്,
നിങ്ങളുടെ ആളുകൾ മിസ്റ്റർ പ്രതാപ് വർമ്മയുടെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭേദം മിസ്റ്റർ വർമ്മ നിങ്ങളുടെ കൈകൊണ്ടായാലോ?